ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റമദാൻ ഡേ 1 എന്തൊക്കെ സാധനങ്ങളാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തത്, അതായത് ഇഫ്താറിന് എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് എന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം നാളെ ഞാൻ ഹോസ്റ്റലിൽ പോവുകയാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഈ ഇഫ്താറിൻ്റെ സമയത്ത് ഇങ്ങനെ ജ്യൂസ്, കസ്റ്റാർഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടില്ല. ഇപ്രാവശ്യം റമദാന് ആകെ ഈ ഒരു ദിവസം മാത്രമേ ഞാൻ ഉണ്ടാവുള്ളൂ. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഏകദേശം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഫസ്റ്റ് റമദാൻ ഞാൻ കസ്റ്റാർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ കൈ തട്ടി ഇങ്ങനെ ഈ സൈഡിലേക്ക് പോയിട്ടുണ്ട്. ആൻഡ് ഇവിടെയും ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ടിപ്പ് പറഞ്ഞതാണ് ഈ സാധനം ഇവിടെ വെച്ചിട്ടുണ്ടാക്കുന്നത്. കസ്റ്റാർഡ് ഉണ്ടാക്കണമെന്ന് ചിന്തിക്കലും ഉണ്ടാക്കലും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പം ഇതിപ്പം കസ്റ്റാർഡ് കലക്കി ഇങ്ങനെ പല്ലിക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പാത്രത്തിൻ്റെ അറ്റത്ത് കൈ തട്ടിയിട്ട് അങ്ങനെ ജസ്റ്റ് ആ ഒരു ചൂടിൽ എൻ്റെ റിഫ്ലെക്സ് റിയാക്ഷൻ കാരണമാണ് ആ കസ്റ്റാർഡ് പകുതി പാത്രത്തിൽ ഒട്ടി നിൽക്കുന്നതും അതുപോലെ സൈഡിൽ പോയതൊക്കെ. അപ്പം മിച്ചി പിന്നെ രണ്ടാമത് വേഗം കലക്കി തന്നു. അങ്ങനെ ഞങ്ങളത് ഇടിച്ചു. പിന്നെ ഈ സാധനങ്ങളൊക്കെ കസ്റ്റാർഡ് പൗഡറും എല്ലാ പൗഡറൊക്കെ വേഗം ഇതാക്കുകയാണ്. ഞാനാണ് കസ്റ്റാർഡ് പൗഡറൊക്കെ പൊട്ടിച്ചിട്ട്, അതുകൊണ്ടാണ് ആ പാത്രത്തിൻ്റെ മുകളിലൊക്കെ അതങ്ങനെ പൗഡർ ആയതും ആ ഷെൽഫിൻ്റെ മുകളിലൊക്കെ അങ്ങനെ ആയത്. അപ്പം മിച്ചി അത് പെട്ടെന്ന് തന്നെ തുടക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഷെൽഫൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കും. ഇനിയിപ്പോൾ ഷെൽഫ് തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നിൽക്കലാണ്. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കണമെങ്കിലും കുറേ ടിപ്സ് എനിക്ക് കിട്ടി. എന്താ പറയുക, ഇതിപ്പം ഉരുളക്കിഴങ്ങ് കുറച്ച് ഓവർ കുക്ക്ഡ് ആണ് എന്നാണ് മമ്മിയുടെ ഒരു അഭിപ്രായം. പക്ഷേ എനിക്ക് എന്തായാലും പ്രശ്നമില്ല, എനിക്ക് കട്ട്ലറ്റ് കഴിക്കാൻ കിട്ടിയാൽ മതി എന്നുള്ളതുകൊണ്ട് ഞാനത് ഉമ്മച്ചി പറഞ്ഞ പോലെ ഫോർക്ക് വെച്ചിട്ട് തന്നെ ഉടച്ചു. ഞാൻ വേറെന്തോ വെച്ചിട്ടായിരുന്നു ഉടച്ചുകൊണ്ടിരുന്നത്. അപ്പം ഉമ്മച്ചി പറഞ്ഞു ഫോർക്ക് കൊണ്ടാണ് ഏറ്റവും സുഖം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോർക്ക് വെച്ച് ഇതാക്കി. പിന്നെ ഉമ്മച്ചി ബീഫ് എനിക്ക് പോയാൽ കിട്ടൂല പറഞ്ഞിട്ട് വായിൽ വെള്ളം വരുന്നു. ബീഫ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഇതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൺകാലമൊക്കെ വെച്ചിട്ട്. അപ്പം ഉമ്മച്ചി ഒന്ന് പോയ തക്കത്തിന് ഞാൻ അവിടെ ഇളക്കി കൊടുക്കാൻ നിന്ന്. അപ്പം അത് പുറത്തേക്ക് തീ വരുന്നത് കണ്ടിട്ട് ഞാനത് ജസ്റ്റ് ഉള്ളിലേക്ക് നീക്കി കൊടുത്തതാണ്. പക്ഷെ ഉമ്മച്ചി തീ അഡ്ജസ്റ്റ് ചെയ്ത് പോയതായിരുന്നു. അതുകൊണ്ട് അത് ആളി കത്തി ആ ഉള്ളിയൊക്കെ ഇതായിട്ട് പിന്നെ എല്ലാം ഷടപടി എന്നായിരുന്നു. ഉമ്മച്ചി വേഗം വന്നു, ഇതെന്തിനാ ഇപ്പം ഇങ്ങോട്ട് നീക്കി കൊടുത്തു എന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിലും വേഗം ഇഞ്ചി വെളുത്തുള്ളി സാധനങ്ങളൊക്കെ ഇട്ടു. പിന്നെ എൻ്റെ ഫ്രൂട്ട് കസ്റ്റാർഡിലേക്ക് ഞാൻ ഇട്ടിരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരി, പച്ചമുന്തിരി ഇട്ടിരുന്നു, ഈത്തപ്പഴം ഇട്ടിരുന്നു, പിന്നെ ബനാന, പിന്നെ എന്തായിരുന്നു ടൂട്ടി ഫ്രൂട്ടി, കാഷ്യൂസ്, പിന്നെ കുറച്ച് അനാറ്, പിന്നെ എന്തോ ഒരു സാധനം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കാഷ്യൂസ് ഞാൻ പറഞ്ഞു, കാഷ്യൂസ് ഇതൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ പോരാഞ്ഞിട്ട് എൻ്റെ ഉമ്മമ്മ എനിക്ക് കാക്കൂൻ്റെ അടുത്ത് എന്താ പറയുക ചക്കക്കൂട്ടാൻ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചക്കപ്പുഴുക്ക് എന്നൊക്കെ പലയിടത്തും പറയും, ഞങ്ങൾ ചക്കക്കൂട്ടാൻ അടിപൊളിയായിരുന്നു. മാഷാ അല്ലാഹ്. അത് ഇത്ര ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ വന്നിട്ട് ഞാൻ ചക്കക്കൂട്ടാൻ കഴിച്ചിട്ടില്ല, അത്രക്കും മിസ് ചെയ്തിരുന്നു. പിന്നെ ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പം ഉമ്മച്ചി ബിരിയാണി ഉണ്ടാക്കി തന്നിരുന്നു. എനിക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്, ഞാൻ കട്ട്ലറ്റ് കൊളാക്കുന്ന സമയത്ത് ഉമ്മച്ചി ടിപ്സും കാര്യങ്ങളും പറഞ്ഞു തരാൻ വന്നപ്പം അരി ഇത്തിരി വെന്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉമ്മച്ചി ഇങ്ങനെ. പിന്നെ ഉമ്മച്ചിക്ക് ആകെ ഒരു ഇതായിരുന്നു, എന്താ പറയുക, കുറച്ചുകൂടി അത് ആ കട്ട്ലറ്റ് അങ്ങനെ ആക്കിയോണ്ടാണ്. അല്ലെങ്കിലും അത് ഭയങ്കര സംഭവമാണ്. കാരണം ഉമ്മമാരുടെ അടുത്ത് മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ, ഉമ്മച്ചീൻ്റെ അടുത്ത് മിസ്റ്റേക്ക് നല്ല, അവിടെ എൻ്റെ അടുത്തായിരുന്നു ഭയങ്കരമായിട്ട്. പക്ഷെ അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു മെമ്മറിയായി. ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ കാര്യത്തേക്ക് വരാം. ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ബീഫിൻ്റെ കാര്യം ഓർമ്മയേ ഉണ്ടായിരുന്നില്ല. എന്താണാവോ മറന്നുപോയതാ. പിന്നെ കഴിയാൻ നേരത്താണ് ഉമ്മച്ചി ഈ ബീഫ് എടുത്തോ ചോദിച്ചത്. അപ്പോൾ പിന്നെ അതും പോയി കുറച്ചെടുത്തു കഴിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കുറച്ചെടുത്ത് കഴിച്ചു. കാരണം ഇപ്പം അത്യാവശ്യം വയറ് ഫുള്ളായി. അപ്പം അതൊക്കെ ആയിരുന്നു എൻ്റെ ഇഫ്താർ ഡിഷസ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ അയൺ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അയൺ ചെയ്ത്, പിന്നെ എന്താ പറയുക, ബാഗൊക്കെ പാക്ക് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ച് ഇനി അങ്ങ് പോയാൽ മതി. പോയാലിനി ഞാൻ എന്നാ വരിക എന്നൊന്നും അറിയില്ല. അപ്പം ഇനി പെരുന്നാളിൻ്റെ സമയത്തായിരിക്കും വരിക എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ അറിയില്ല ഇപ്രാവശ്യം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വരാൻ പറ്റുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും വരണം. കാരണം നോമ്പ് ഞാൻ ആദ്യമായിട്ടാണ് നോമ്പ് വീട്ടിലില്ലാതെ ആവാൻ പോണത്. അപ്പോൾ ഭയങ്കര മിസ്സിങ് ആവും. അതുകൊണ്ട് എന്ത് ചാൻസ് കിട്ടി കഴിഞ്ഞാലും ഞാൻ വരും. പക്ഷെ എന്നാലും ഇപ്പോൾ പോകുന്നത് പെരുന്നാൾക്കാണ് ഇനി വരിക എന്ന് വിചാരിച്ചിട്ടാണ്.
ഏതായാലും ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. ഇനി അടുത്ത ഒരു ഹോസ്റ്റൽ നോമ്പ് തുറയായിട്ട് ഞാൻ വരാം. ഓക്കെ, അതുവരേക്കും ടാറ്റ.